പുറത്തല്ലായിരുന്നു പറയേണ്ടത്, ഇതിന്റെ ഉള്ളിലായിരുന്നു അത് തീർക്കേണ്ടത്. അതുൽ എന്താ പറയുന്നത് മനസ്സിലാക്കാത്തത്? ഒന്നുമില്ലെങ്കിൽ എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ആ പെണ്ണ് എന്നെ തെറി വിളിച്ചിട്ട് ഞാനിത് പുറത്ത് പറയാഞ്ഞത്? ഞങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒന്നുമില്ലെങ്കിൽ ആ ടിനി ടോമയും സിജോയ് വർഗീസ് എങ്കിലും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇട്ടേനെ അവിടെ. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചിട്ട്. കാരണം അവർ കുക്കുവിന് എതിരായിട്ടാണ് പ്രവർത്തിക്കുള്ളൂ. അവർ ആ ക്വസ്റ്റ്യൻ ഇട്ടേനെ. ക്യാമറ ചെക്ക് ചെയ്തിട്ട് ചോദിച്ചോ ഇല്ലയോ എന്നുള്ളത് അത് പ്രസിഡന്റ് അറിയിച്ചോ? അതെ, അറിയിച്ചു. എന്നോട് പോകാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ചോദിച്ചു, ഞാൻ അറിയിച്ചിട്ടുണ്ട്. പുറത്തല്ലായിരുന്നു പറയേണ്ടത്, ഇതിന്റെ ഉള്ളിലായിരുന്നു അത് തീർക്കേണ്ടത്. അതുൽ എന്താ പറയുന്നത് മനസ്സിലാക്കാത്തത്? ഒന്നുമില്ലെങ്കിൽ എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ആ പെണ്ണ് എന്നെ തെറി വിളിച്ചിട്ട് ഞാനിത് പുറത്ത് പറയാഞ്ഞത്? കാരണം ഇതിനകത്ത് തീർത്തില്ലെങ്കിലാണ് നമ്മൾ പുറത്ത് പോകേണ്ടത്. അപ്പൊ നമുക്ക് പറയാൻ ന്യായമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഉണ്ണീഷ് ജോപാലിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് മോശമായ അനുഭവമാണെന്ന് ഞാൻ നീന മേഡത്തോട് പറഞ്ഞിട്ടില്ലേ? അതെ, പക്ഷെ അത് ചീത്ത രീതിയിലുള്ള അനുഭവം എന്ന് പറഞ്ഞില്ല. എന്നിട്ട് ഇത്രയും അയാൾ കരയിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വരെ ഞാൻ അതൊക്കെ പറഞ്ഞത് ജനറൽ സെക്രട്ടറിക്ക് 1.5 മാസം മുമ്പേ കിട്ടിയ ഒരു കത്തിന് മറുപടിയോ അത് അന്വേഷിക്കാനോ പറ്റാത്ത ഒരാള്, കമ്മിറ്റി മെമ്പേഴ്സ് പോലും അറിയാതെ ഇത് ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു സെക്രട്ടറി എന്നെ ടെർമിനേറ്റ് ചെയ്തപ്പോഴാണ് ഇത് എന്റെ വായിന്ന് പുറത്തു വരുന്നത്. ആണല്ലോ, ഞാനത് മെമ്പേഴ്സിനോട് പോലും, അതായത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് പോലും പേഴ്സണലി ഞാൻ ഈ ലെറ്റർ അയച്ചു തരുന്നത് എന്നെ പുറത്താക്കിയതിന് ശേഷമാണ്. പുറത്ത് നിൽക്കുന്ന എനിക്ക് ഇനി എന്തൊക്കെ പറയാമെന്നുള്ളത് എന്തും പറയാലോ. ഇപ്പൊ എടുക്കാതിരിക്കാനൊക്കെ അവരുടെ കാര്യം നമുക്ക് നോക്കാം പുറകെ. ഇതിന്റെ പേരിൽ എന്തുണ്ടായാലും അത് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറായി തന്നെ ഞാൻ നിൽക്കുന്നത്. മോളെ, നമ്മൾ എപ്പോഴും വിക്ടിം ആണ് കളിക്കേണ്ടത്. നമ്മൾ ഒഫൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആയി പീപ്പിൾ വിൽ നോട്ട് സപ്പോർട്ട് യു. നമ്മൾ അതേപോലെ എന്നെ അവർ വിക്ടിമൈസ് ചെയ്തു എന്നതിൽ നമ്മൾ സ്ട്രോങ് എന്താണ്. പിന്നെ അതേപോലെ ലക്ഷ്മിപ്രിയന്റെ കാര്യത്തിൽ മായനെ കൊണ്ട് കത്തെഴുതിപ്പിച്ചു എന്ന് പറഞ്ഞത് അതെങ്ങനെയാണ്? മായനെ കൊണ്ട് കത്തെഴുതിപ്പിച്ചത് ഞാൻ കേട്ടതാണ്. അവിടെ ഇരുന്ന് ഒരു ഫോൺ ചെയ്ത് ഇത് ഈ ലക്ഷ്മിപ്രിയയുടെ കാര്യം മാത്രമല്ല, അവിടെ ഇത്രയും സംഭവങ്ങൾ നടന്നു, ഇത്ര എമൗണ്ട് കുടുംബ സംഗമത്തിന് മുടക്കിയെന്നും പറഞ്ഞ് ഇവരിരുന്ന് പറയുന്നതിന് ക്യാമറ ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, അത് പറഞ്ഞു. ക്യാമറ ചെക്ക് മായ പ്രശ്നം മായനോട് പറഞ്ഞോ, നോക്കി നീ മെയിൽ അയച്ചോന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ അല്ലേ മോളെ? അതെ, ഇത് മെയിൽ ക്യാമറ ചെക്ക് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്നും, ഇവരെ ഓഫ് ഡേ അവിടെ വന്നിരുന്നവരെ സ്വീകരിച്ചതും ഞാൻ ചായ ഇട്ടതും ഇവരോട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഉൾപ്പെടെ ധൈര്യമുണ്ടെങ്കിൽ ക്യാമറയിലെ ഓഡിയോ പുറത്തുവിടട്ടെ. ഞാൻ ചലഞ്ച് ചെയ്യാം. അതുല്യ, ഇത് രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം. ഞാൻ ഈ പറയുന്നത് അതുല്യനെ മോശമാക്കാനോ കുക്കുവിനെ സപ്പോർട്ട് ചെയ്യാനോ കുക്കുവിനെ മോശമാക്കിയിട്ട് അതുല്യനെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നുമല്ല. ഞാൻ ഐ എം തിങ്കിങ് ഒരു ബയാസ്ഡ് അല്ലാതെ, ചില പക്ഷപാതം ഇല്ലാതെ ഞാൻ പറയാണ്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഇപ്പൊ എന്നോട് ഒരു മെമ്പർ, ഓക്കെ, അതാരാന്ന് ഞാൻ പറയുന്നില്ല, കാരണം എന്താണ് അതുല്യക്ക് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്, എന്നെ വിളിച്ച് ചോദിച്ചത്, ഇവരിതൊക്കെ പിണങ്ങിയപ്പോ മാത്രം പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം ഇവർ പിണങ്ങാതെ കുക്കു അവരെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ ഇത് ഒരിക്കലും പറയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചത് ഒരു വളരെ ന്യായമായ ചോദ്യമാണ്. നമ്മൾ പിണങ്ങുമ്പോഴല്ല നമ്മൾ സത്യങ്ങൾ പറയേണ്ടത്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ അവിടെ ആയിരുന്നു പറയേണ്ടത്. അങ്ങനെ ആ അയച്ച കത്ത് ജനറൽ സെക്രട്ടറി റിയാക്ട് ചെയ്തില്ലെങ്കിൽ അവിടെ നടന്ന ഓരോ കാര്യങ്ങളും പറയേണ്ട സമയത്ത് ഒഫീഷ്യലി തന്നെ ഇവരെയൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഉണ്ണീഷ് ജോപാലിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് മോശമായ അനുഭവമാണെന്ന് ഞാൻ നീന മേഡത്തോട് പറഞ്ഞിട്ടില്ലേ? അതെ, പക്ഷെ അത് ചീത്ത രീതിയിലുള്ള അനുഭവം എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇത്രയും അയാൾ കരയിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വരെ ഞാൻ അതൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അപ്പോഴൊക്കെ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു പുറത്തു പോയി പറയാം. ഞാൻ എന്താ പറഞ്ഞത്? മെയിൽ അയക്കൂ, എല്ലാവരും അറിയിക്കൂ. അകത്തുനിന്ന് എനിക്ക് എന്ത് ഇതാണ് കിട്ടിയിട്ടുള്ളത്? നിങ്ങൾ എല്ലാവരും യു സെൻഡ് എ ലെറ്റർ ടു ദ ജനറൽ സെക്രട്ടറി ആൻഡ് പ്രസിഡന്റ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും കോപ്പി അയച്ച പോലെ അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോപ്പി അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിന് അന്ന് ഒരു തീരുമാനം എടുക്കുമായിരുന്നു അതുല്യ. മോൾ അത് ചെയ്തില്ല. അന്നായിരുന്നു ഇത് ചെയ്യേണ്ടത്. ഇന്ന് അയച്ചത് അവിടുന്ന് വിട്ടതിന് ശേഷം ചെയ്തതിന് പകരം അന്ന് എല്ലാവർക്കും ഇത് അയച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മാനേജിംഗ് മറ്റേ പ്രസിഡന്റ് എനിക്ക് വാക്ക് തന്നതാണ് ഈസിയിൽ സംസാരിക്കാം. അതിനെ കണ്ടിച്ചുകൊണ്ട് ഞാൻ എന്തിനു മറ്റുള്ളവർക്ക് അയക്കണം? പ്രസിഡന്റ് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈസിയിൽ സംസാരിക്കാൻ അതിനുശേഷം ഈസി ഉണ്ടായിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത്? ഞാൻ പോകാതെങ്കിലും ഉണ്ടാവുമല്ലോ. ഈസി വെക്കാത്തത് ഞാൻ അവരെന്നടുത്ത് പോകുന്നില്ലേ എത്ര തവണ ചോദിച്ചു. ക്യാമറ ചെക്ക് ചെയ്യട്ടെ, ചോദിച്ചോ ഇല്ലയോ എന്നുള്ളത് അത് പ്രസിഡന്റ് അറിയിച്ചോ? അതെ, അറിയിച്ചു. എന്നോട് പോകാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ചോദിച്ചു, ഞാൻ അറിയിച്ചിട്ടുണ്ട്. എന്താണ് ഈസി ആവട്ടെ എന്ന് തന്നെയാണ് എനിക്ക് കിട്ടുന്ന മറുപടി. അങ്ങനെ ഈസിയിലല്ലേ ചോദിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊരു പ്രശ്നം നമ്മുടെ ഇടയിൽ ആക്കേണ്ടിയിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒന്നുമില്ലെങ്കിൽ ആ ടിനി ടോമയും സിജോയ് വർഗീസ് എങ്കിലും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇട്ടേനെ അവിടെ. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചിട്ട്. കാരണം അവർ കുക്കുവിന് എതിരായിട്ടാണ് പ്രവർത്തിക്കുള്ളൂ. അവർ ആ ക്വസ്റ്റ്യൻ ഇട്ടേനെ. ആ ഇട്ടിരുന്നെങ്കിൽ ആ നിമിഷം അതിനെ പറ്റിയിട്ട് ഒരു മീറ്റിംഗ്, അതിന് എത്രയും പെട്ടെന്ന് ഒരു മീറ്റിംഗ് വന്നേനെ. പക്ഷെ അത് ഇടാതെ മോള് ഈ ഇമെയിൽ മാത്രം ഇട്ടപ്പോൾ ഇമെയിൽ വായിക്കുന്നവർക്ക് മാത്രമല്ലേ അത് കിട്ടിയിട്ടുള്ളൂ. വേറെ ആരെങ്കിലും അറിഞ്ഞു അത്? നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു? യു ഷുഡ് ബി ദേർ എന്നല്ലേ? ജോലിക്ക് എടുക്കുമ്പോൾ
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അകത്ത് നിൽക്കുമ്പോൾ ഇവരോട് പോലും ഇപ്പൊ നിങ്ങളൊക്കെ വരുന്നത് പോകുന്നത് ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങളൊക്കെ എന്ത് സംസാരിച്ചു എന്നുള്ളത് വരെ ഇവരെ ഇൻഫോം ചെയ്യണമെന്നാണ് എനിക്ക് ഇവർ തന്നിരിക്കുന്ന നിർദ്ദേശം. ആ നിൽക്കുന്ന സാധനം ഞാൻ അവിടെ നിൽക്കുന്നത് വരെ ഞാൻ വയലേറ്റ് ചെയ്തിട്ടില്ല. അത്യാവശ്യം അറിയേണ്ടാത്ത കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. ഇവൻ എനിക്കുണ്ടായ അനുഭവങ്ങളിൽ പലതും പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഞാൻ അവിടെ ഇല്ലല്ലോ, ഇനിയിപ്പോ അവിടെ കുഴപ്പമില്ല, ഇല്ല, ഇനിയിപ്പോ അവിടെ ഇങ്ങനെ തന്നെ പോട്ടെ, അത്രേ ഇല്ലാത്തപ്പം ഉള്ളൂ. അവിടെ ഇല്ലാത്തപ്പം അപ്പോഴും ഉം, ഇപ്പൊ നോക്കിയേ, നാളെ ഒരു കമ്പനിയിൽ മോള് ജോയിൻ ചെയ്യുമ്പോൾ, ഉം, അതുല്യ ജോയിൻ ചെയ്യുമ്പോൾ ആ കമ്പനിയിലെ സീക്രട്സ് അവർ അതുല്യനെ പറയാൻ അതുല്യോട് പറയാൻ മടിക്കും. കാരണം നാളെ ഈ കമ്പനി പുറത്തു പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ പുറത്തു പറയും എന്ന് പറഞ്ഞിട്ട്. അതാ ഞാൻ പറഞ്ഞത്, പുറത്തല്ലായിരുന്നു പറയേണ്ടത്, ഇതിന്റെ ഉള്ളിലായിരുന്നു അത് തീർക്കേണ്ടത്. അതുല്യ എന്താ പറയുന്നത് മനസ്സിലാക്കാത്തത്? ഒന്നുമില്ലെങ്കിൽ എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എന്തുകൊണ്ടാണ് ആ പെണ്ണ് എന്നെ തെറി വിളിച്ചിട്ട് ഞാനിത് പുറത്തു പറയാഞ്ഞത്? കാരണം ഇതിന്റെ അകത്ത് തീർത്തില്ലെങ്കിലാണ് നമ്മൾ പുറത്തു പോകേണ്ടത്. അപ്പൊ നമുക്ക് പറയാൻ ന്യായമുണ്ട്. ഞാൻ ശ്രമിച്ചു, ഞാൻ ഓരോരുത്തർക്കും, അവർ ഓരോ മെമ്പേഴ്സിനും ഞാൻ മെസ്സേജ് അയച്ചു, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അയച്ചു കൊടുത്തു, അവർ മൈൻഡ് ചെയ്തില്ല. ഞാൻ മെമ്പേഴ്സിന് അയച്ചു കൊടുത്തു, മെമ്പേഴ്സ് മൈൻഡ് ചെയ്തില്ല. എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പുറത്ത് പറയേണ്ടി വന്നതെന്ന് പറയാം. ഇതിപ്പം എന്ത് പറ്റി? ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ 95,000 ഇതിന് വേണ്ടിയിട്ടായി, ഇത്രയ്ക്കും രൂപയായി, ഡിസിപ്ലിനറി കമ്മിറ്റി, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സീക്രട്സ് ആണ്. ഇത് എങ്ങനെ അതുല്യ അറിഞ്ഞാലും അത് പുറത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി പോളിസിക്ക് ഞാൻ അവിടെ ചോദിക്കട്ടെ, ഞാൻ ഈ വിവരം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് അയച്ചു കൊടുത്ത ശേഷമാണ് ഇത് ലീക്ക് ആയിട്ടുള്ളത്. അത് എന്തായാലും എന്റെ ഫോണിൽ നിന്നല്ലെന്നുള്ളത് ഫോൺ പരിശോധിച്ചോട്ടെ. മോളെ ഇത് ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് മോള് സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ മനസ്സിലാവില്ല. മറ്റേ ആള് വിളിച്ചപ്പോൾ അത് അസോസിയേഷന്റെ കാര്യമാണ്, ഞാൻ ഇപ്പൊ അവിടുന്ന് വിട്ടിട്ടേ ഉള്ളൂ, എനിക്ക് അവരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിന് എന്തെങ്കിലും ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നിന്നോട് സംസാരിക്കാം എന്ന് പറയേണ്ടതല്ലായിരുന്നു മോളെ? അതല്ലേ ചെയ്യേണ്ടത്? അതിന് ആർഗ്യൂ ചെയ്യാതെ അതാണ് ചെയ്യേണ്ടിരുന്നത്. അത് ചെയ്തിരുന്നെങ്കിൽ നാളെ ശ്വേതയ്ക്ക് അവിടെ നിന്നിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അതുല്യനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്, ഞാനൊക്കെ അതിന് സപ്പോർട്ട് നിന്നേനെ. കാരണം അതുല്യക്ക് അറിയാം, കാരണം എന്റെ കണക്ക്. പക്ഷെ ഇപ്പോ എന്നോട് അവർ മെമ്പേഴ്സ് ചോദിച്ചാല്, നീന പുറത്ത് പറഞ്ഞിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞ ഒരാളെ ഞങ്ങൾ എങ്ങനെ തിരിച്ചെടുക്കും? നാളെ ഞങ്ങൾ എങ്ങനെ അവരോട് കാര്യങ്ങൾ അറിയിക്കും? ഇവിടുത്തെ എല്ലാ ഓരോ ആൾക്കാരുടെയും, ഞങ്ങളുടെ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ നമ്പേഴ്സ് വരെ അവരുടെ കയ്യിലുള്ളതാണ്. ഇതൊക്കെ ഇവർ നാളെ കൊണ്ടേക്ക് മറ്റുള്ളവർക്ക് കൊടുക്കില്ല എന്ന് നമുക്ക് എന്താണ് അറിയാൻ ചോദിക്കുമ്പോൾ എന്റെ വായ പൂട്ടേണ്ടി വരും ഞാൻ. കാരണം അകത്തുള്ള കാര്യങ്ങൾ പുറത്ത് പറയാൻ പറ്റുന്നു. മോൾ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവളെ കുക്കുവിനെ കുറിച്ചിട്ടും ഇവിടെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് ഉള്ളിലായിരുന്നു ആദ്യം പറയേണ്ടത് അതുല്യ. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട് അത് ആലോചിച്ചില്ല? ഒന്നും ചെയ്യുന്നതിന് മുമ്പ് ഒന്നുമില്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും അതുല്യക്ക് എതിർത്തിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതുല്യക്ക് ഒന്ന് എന്നെ വിളിച്ച് സംസാരിച്ചുകൂടായിരുന്നില്ലേ? ഞാൻ എന്താണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണ്? അതുല്യനെ തിരിച്ചു കൊണ്ടുവരണം. എങ്ങനെയെങ്കിൽ അതുല്യ നീ പോകരുത്. ഇത് ഞാൻ വെറുതെ തമാശക്ക് ആഗ്രഹിച്ച കാര്യമില്ല. ഞാൻ വളരെ സീരിയസ് ആയിട്ട് എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്ന ആഗ്രഹമാണത്. മുഹമ്മദും പോകരുത് എന്ന് ഞാൻ പറഞ്ഞത് എന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആഗ്രഹമാണ്. അല്ലാതെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പത്തെ സന്തോഷത്തിനും സ്നേഹത്തിനും പറയുന്ന കാര്യമല്ല. അതെന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചു പറയാം, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നിനും വേണ്ടി ഇരുന്നതുമല്ല. എന്നാൽ അയാളെ വിളിച്ചപ്പോ ഉത്തരം പറയാൻ പാടില്ലായിരുന്നു അതുല്യ? എന്റെ സ്ഥാനത്തൊന്നും ചിന്തിച്ചേ.